എന്താണ് എം പി ഇങ്ങനെ ഒരു സഹോദരി പുത്രൻ ആണ് ഇപ്പോ ഒരു MDMA കേസിൽ പെട്ടു എന്നുള്ള രീതിയിൽ തൊടുപുഴയിൽ ഒരു DYFI നേതാവിനെ വെച്ചുള്ളൊരു പ്രചരണം നടക്കുന്നുണ്ട് കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളിൽ. കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസ് ലീഗ് സൈബർ ഹാൻഡിലുകളിൽ നിന്നാണ് അത് കാണാൻ കഴിഞ്ഞത്. ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. ആരൊക്കെയാണോ അത് ഉണ്ടാക്കിയത്, അത് കൊടുത്തത് നന്നായിട്ട് കേസ് നടത്തും. കേസ് ആദ്യം ഇങ്ങനെ കൊടുത്തിട്ട് പത്രവാർത്ത നടത്തി പോകലൊന്നും ആയിരിക്കില്ല. നന്നായി തന്നെ കേസ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. വിവിധ കേസുകൾ അങ്ങനെ നടത്തി വരുന്നുണ്ട്. ഈ കേസ് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ തന്നെ നടത്തും. അതില് ക്രിമിനലായും സിവിലായും കേസ് കൊടുക്കും. ഇത് മുഖ്യമന്ത്രിക്കെതിരെ ഈ അടുത്ത ദിവസം ഒരു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി അറസ്റ്റിലായതിന് ഇവർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു സംഭവത്തെ വളച്ചൊടിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതെന്ന് വെച്ചാൽ ഇപ്പം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ കൈകാര്യം ചെയ്യുന്നവര് അത്തരക്കാരൊക്കെ ഇങ്ങനെയുള്ളവരാണല്ലോ. അപ്പൊ ഇത്തരം സംഘങ്ങളെ ഉപയോഗിച്ചാണ് ഈ രാഷ്ട്രീയ എതിരാളികളെ ഇങ്ങനെ തേജോവധം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വ്യക്തിപരമായി ഇങ്ങനെ പോസ്റ്റ് എഴുതിയിട്ടാൽ നമ്മളെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിപ്പോകുന്നതാണ് അവരൊക്കെ കരുതുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ രാഷ്ട്രീയ ആയുധം ഇല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. ഒരു ബന്ധവുമില്ലാത്തൊരു കാര്യം, നാട്ടിലെവിടെയോ നടന്നൊരു സംഭവം ഒരു പോസ്റ്ററും ഇതും അടിച്ച് പ്രചരിപ്പിക്കുക. അത് മുഖമുള്ളവരും മുഖമില്ലാത്തവരും, ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല, മുഖമുള്ള പേജുകളുണ്ട്, മുഖമില്ലാത്ത പേജുകളുണ്ട്. മുഖമുള്ളതും മുഖമില്ലാത്തതും ഇടുകയാണ്. മുഖമുള്ളതും മുഖമില്ലാത്തതുമായ എല്ലാറ്റിനും എതിരെയും ക്രിമിനൽ കേസ് കൊടുത്തിട്ടുണ്ട്. മുഖമുള്ള ഒരു പ്രൊഫൈലിനെതിരെ ശക്തമായി തന്നെ സിവിൽ കേസും ഫയൽ ചെയ്യാൻ വേണ്ടി വക്കീലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ വക്കീൽ നോട്ടീസ് അയക്കും. വിട്ടുവീഴ്ചയില്ല. ഇവരൊക്കെ ഇട്ടി സന്തോഷിച്ചിട്ടങ്ങ് പോവും. ബാക്കി കാര്യങ്ങൾ പിറകെ നിയമപരമായിട്ട് അതിശക്തമായി കൈകാര്യം ചെയ്യും. അത് എത്ര കാലം എടുത്താലും അത് കൈകാര്യം ചെയ്യും. അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഇപ്പോഴിട്ട് ആനന്ദം കൊണ്ടവരെല്ലാം വരും ദിവസങ്ങളിൽ നിയമത്തിന്റെ കുരുക്കിൽപ്പെട്ട് ബുദ്ധിമുട്ടേണ്ടി വരും. അതിന് തർക്കം വേണ്ട. അത് ഇനിയും ആരെങ്കിലുമൊക്കെ ഇടുന്നവരുണ്ടെങ്കിലും കിട്ടുള്ളൂ. തൊട്ട് പിന്നാലെ നിയമിതം കൊന്നോളൂ, മാത്രമേ ഉള്ളൂ. ആരുണ്ടോ അത് അബദ്ധത്തിൽപ്പെടാൻ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അബദ്ധത്തിൽപ്പെടാതിരിക്കട്ടെ. ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അല്ലാതെ ബോധപൂർവം രാഷ്ട്രീയമായി ഇങ്ങനെ അങ്ങ് തകർക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങളങ്ങനെ ചെയ്തു നോക്ക്, ഇനിയും ചെയ്തു നോക്ക്. നിയമപരമായി ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. അതിശക്തമായി തന്നെ പോകും. ഇത് മാത്രമല്ല, ഇതിനു മുമ്പുള്ള ചില ദുരനുഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ആ കേസുകളും നന്നായി കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട്, നന്നായി നടത്തുന്നുണ്ട്. അതെ 9 വർഷം മുമ്പ് എന്റെ വൈഫ് കൊടുത്തൊരു കേസ് ഇപ്പോഴും നടത്തുന്നുണ്ട് ഞങ്ങൾ. 9 വർഷം മുമ്പ് 9 വർഷമായിട്ട് ആലപ്പുഴയുള്ള അതിലെ പ്രതി തിരുവനന്തപുരത്ത് വന്നു പോകുന്നുണ്ട്. ഏത് കോടതിയിൽ മനസ്സിലായാലും 9 വർഷമായിട്ട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അതാണ് ഞാൻ പറഞ്ഞത്. 9 വർഷത്തിന് മുമ്പ് എടുത്ത സംഭവമാണ്. അപ്പോ ഉണ്ടായ എന്റെ കുടുംബത്തെ വൈഫിനെ ഇതായ കേസാണ്. വേറൊരു കേസിൽ കുറച്ചാൾ മുമ്പ് ഇതുപോലെ ഒരു ഗൾഫിലിരുന്നാണല്ലോ ഇത് പലരും ചെയ്യുന്നത്. എല്ലാവരും അല്ല, ചിലരൊക്കെ. ആ ചെയ്തൊരു കേസിലും ഇതുപോലെ തന്നെയാണ്. നല്ല നിലയിൽ തന്നെ SIR കൊടുത്തിരുന്നു, ലുക്കൌട്ട് നോട്ടീസ് കൊടുത്തിരുന്നു. പ്രതി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നപ്പോൾ പോലീസ് പിടിച്ചിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ആ സംഭവം പിന്നീടുള്ള സംഭവങ്ങളൊന്നും വാർത്തയാവണമെന്നില്ല, മനസ്സിലായില്ലേ? പക്ഷേ ചെയ്തയാള് നന്നായിട്ട് അതിന്റെ നിയമം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് എത്ര കാലം എടുത്താലും ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്. ഇതിപ്പോ ഇന്ന് തുടങ്ങി, ഇത് ഈ കേസാണല്ലോ. ഇത് മാത്രമല്ല, ഇതിനു മുമ്പും എന്നെ ഇങ്ങനെ നിരന്തരമായി വേട്ടയാടുന്നുണ്ട്. അത് ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അത് ഗൗരവത്തിൽ തന്നെ കാണണമെന്ന് ആലോചിച്ച് വ്യക്തിപരമായി അങ്ങനെ നിയമവിരുദ്ധമായി അങ്ങനെ കയറി ആക്രമിച്ചിട്ടങ്ങ് തിരിച്ചു പോകാൻ ഇതൊന്നും കരുതണ്ട. അതൊക്കെ ഈ കാണുന്ന ആവേശത്തിൽ ഇടുന്നത് സൂക്ഷിച്ചൊക്കെ ഇട്ടാൽ കൊള്ളാം. ഞാൻ വേറെ തരത്തിലല്ല, നിയമപരമായി ഒരു വിട്ടുവീഴ്ചയും അതിനകത്ത് ചെയ്യില്ല. അത് താങ്കളിപ്പോൾ വിളിച്ചത് കൊണ്ട് ഞാൻ അതിനോട് പ്രതികരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അത് ചെയ്യും. അത് നടക്കുന്നില്ല. അപ്പൊ ഇന്ന് പുതിയൊരു കേസ് കൂടി നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ അഭിഭാഷകരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ ചെയ്തോളൂ. അതിപ്പോ നാളെ രാവിലെ തന്നെ അതിന്റെ ഒറിജിനൽ ഐഡി ആയിട്ടുള്ള ഇത് ഫൈൻഡ് ചെയ്തിട്ടുണ്ടല്ലേ? ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോ ഒരാളുടെ കൃത്യമായിട്ട് മുഖമുള്ളത് കൊണ്ട് മുഖമില്ലാത്തത് കൊണ്ട്, അതാ മുഖമുള്ളത് അതിലൊക്കെ പെട്ടെന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടല്ലോ. അത് അങ്ങനെ തന്നെ, അത് ഒട്ടും വൈകാതെ. മറ്റത് അവരുടെ അഡ്രസ് കൂടി കണ്ടെത്തിയിട്ടായിരിക്കും ചെയ്യുക. അതിനൊരു സമയമെടുക്കും. അവർക്കും വിഷമിക്കണ്ട, അവർക്കും കിട്ടാനുള്ള നോട്ടീസ് എത്തിക്കോളും. അപ്പൊ സന്തോഷം ആരെങ്കിലും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവരെല്ലാം വരും ദിവസങ്ങളിൽ ഇതിനു കൂടി അങ്ങ് തയ്യാറായാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. അതിനുകൂടി മാനസികമായി അങ്ങ് തയ്യാറായാൽ മതി.